ചേട്ടാ ഇവിടെ ഈ സൂഫിക്ക എന്ന് പറഞ്ഞ ആളെ വീട്. സൂഫിക്ക ഞാൻ ഒരു മിനിറ്റ് ആണേട്ടാ ഇതൊന്ന് പറഞ്ഞു തുടങ്ങി. എന്തേനു ഇവിടെ ഈ സൂഫിക്ക എന്ന് പറഞ്ഞ ആളെ വീട് കാണട്ടെ. ഇത് നമ്മളെ സൂപ്പിക്കല്ലേ ബിരിയാണി. മൂപ്പർ എപ്പം നാട്ടിൽ വന്നാലും എന്നെ കാണാൻ വരും. ആ പ്രശ്നം നടന്നില്ലേ, അതിന്റെ 2 ദിവസം മുമ്പ് എന്നെ കാണാൻ വന്ന്. അന്നേരോ മൂപ്പറോട് ആ ഡ്രൈവർ ചെക്കനുണ്ടേനു. ഇവനിപ്പോഴും ഉണ്ടാ? ഉണ്ട്. അല്ല ഞാൻ വെയിറ്റ് ചെയ്യണോ? നീ വിട്ടോ, ഞാൻ നാണുന്നേടെ കൂടെ വരാം. ഞങ്ങൾക്ക് കുറച്ച് പണിയുണ്ട്. അതിനുശേഷം സൂപ്പിക്കാൻ ആരും കണ്ടുക്കില്ല. ആ കലാപ സമയത്ത് പോലീസുകാർ കുറേ പാവങ്ങളെ പിടിച്ചുകൊണ്ടേക്കല്ലോ, അതിൽ മൂപ്പർ ഉണ്ടേനു. കുറേ കാലം ജയിലിൽ കിടന്നെന്നാ കേട്ടെ. പിന്നെ ആ പ്രശ്നങ്ങൾക്ക് ശേഷമല്ലോ ഭയങ്കര നിലയില്ല. കാറ് വലിയ ഷോറൂം എല്ലാം ആയിട്ട് എന്തെന്നാ അവനിക്ക് പറ്റിയത് ഇതുവരെ തിരിഞ്ഞിക്കില്ല. പഠിച്ചവനറിയാം. എന്താ അവന്റെ പേരെന്ന് പറഞ്ഞ? സുബീഷ്. ഡോറടിച്ച് തമ്പുരാട്ടത്തിനകത്ത് ഇങ്ങനെ ഇരുന്നു. ഇപ്പൊ വന്നല്ലേ ഉള്ളൂ, അപ്പോഴേക്ക് പോവാണോ? എന്തെങ്കിലും പറയണ്ടെങ്കിൽ മുഖത്തേക്ക് പറ. ഇതിപ്പോ എത്ര ദിവസമായി ഇങ്ങനെ? അതെങ്ങനെയാ? പറഞ്ഞ വാക്കിന് വില വേണം. ഒന്നും അറിയാണ്ട് ഇറങ്ങി വന്ന് എന്നെ വേണം പറയാൻ. ഒന്നും പറയാനില്ലേ? എത്ര കാലം ഇങ്ങനെ പറഞ്ഞു പഠിച്ചിട്ട് മുമ്പിലോ നിൽക്കും. ഞാൻ എന്തിനാ വിളിച്ചത് പോലും പറഞ്ഞു ചോദിച്ചില്ലല്ലോ. ഒരു കുഞ്ഞു പാള അത് പോട്ടെ, ഒരു ഫോട്ടോയിലും എടുത്തോ. തന്നെ ഈ പണിയും കളഞ്ഞ് വേറെ പണിക്ക് പോ. ശരി ശരി, സമ്മതിച്ചു. നിന്റെ ഒരു ചെറിയ ആഗ്രഹം പോലും സാധിച്ചു തരാൻ കഴിയാത്തൊരു പൊട്ടനാണ് ഞാൻ. പോരെ, മതിയാ? നീ എന്താ വേണ്ടേ? നിനക്ക് ഡിവോഴ്സ് വേണം? എടോ എനിക്ക് വയ്യ. തൃപ്തിപ്പെടുത്തി എന്തായി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തില്ലേ? നോക്കിയില്ലേ കണ്ടീഷനിൽ വേണ്ടി? പിന്നെ പേപ്പർ വർക്കിന്റെ കാര്യത്തിലൊന്നും നിങ്ങൾ ബേജാറാവണ്ട. സുബീഷ്, സാറേ ഈ പ്രശ്നങ്ങൾ നടക്കുന്നത് ഞാനങ്ങ് ഡൽഹിയിലാണ്, ഷോറൂമിലേക്കുള്ള കാറുകളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴാണ് തന്റെ കഥയൊക്കെ കൊള്ളാം. ഞാൻ സത്യ സാറേ പറഞ്ഞേ. പിന്നെ എങ്ങനെയാണോ അവിടെ സാറുകളുടെ കയ്യിലെത്തിയത്?